എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനം വായിച്ച് ദൈവവചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചന ചിന്തയ്ക്കായി പുറപ്പാടിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായു കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവരെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ മേൽ ജ്വലിച്ചു എന്നവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം വലിയ ഒരു ദൗത്യത്തിനായി മോശയെ തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ കഷ്ടതകൾ, അവരുടെ നിലവിളികൾ, അവരുടെ സങ്കടങ്ങൾ ദൈവം കണ്ടു. ദൈവം കണ്ടും കേട്ടു. എന്നാൽ ദൈവം അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മോശയെ ദൈവം കണ്ട് തിരഞ്ഞെടുത്തു. തൻ്റെ പരിമിതികൾ, കഴിവുകേടുകൾ, ഞാൻ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കാൻ എന്ത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ദൈവത്തോട് മറുചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും കഴിവുകളുള്ള വ്യക്തിയെ, സംസാരിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതമെന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ കഴിവുകളുമുള്ള ഒരു വ്യക്തിയെ ദൈവത്തിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിന് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മിക്കനായ മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഈ വിഷയത്തിൽ നമ്മൾക്ക് അത്ഭുതം തോന്നിക്കാം. എന്നാൽ ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിലും ഒക്കെ അപ്പുറമാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. എന്തെല്ലാം ഒഴിവഴികൾ പറഞ്ഞിട്ടും മോശയെ തന്നെ ദൈവം അയക്കുന്നു. ആവുന്നതും താൻ ഈ ദൗത്യത്തിൽ നിന്നും മാറാൻ ശ്രമിച്ചിട്ടും ദൈവം വിട്ടില്ല. അവസാനം ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ ജ്വലിക്കുകയാണ്. ദൈവം ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് അവർ തന്നെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ്. നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന് പല ദൗത്യങ്ങളും ഏൽപ്പിക്കാനുണ്ട്. എനിക്ക് അതിന് കഴിവില്ല എന്ന് പറഞ്ഞ് മാറാൻ പറ്റുകയില്ല. ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം നിന്നോടുകൂടെ എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അത് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ചിന്തിക്കുക. അനേകം മിടുക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നിന്നെയും എന്നെയൊക്കെ ദൈവം വിളിച്ച് വേദനിച്ചു എങ്കിൽ അത് നിന്നോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹവും കരുണയുമാണെന്ന് മനസ്സിലാക്കുക. ദൈവിക ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണ് എന്ന് ആർക്ക് പറയുവാൻ പറ്റും? ദൈവം നിനക്ക് എന്താണ് ആർക്കും വിലമതിക്കാനാകാത്ത അനുഗ്രഹം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത്
മറുതലിക്കാതെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യുക. ദൈവം എന്താണോ ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക. യോനയോട് നിനവയിൽ പോയി പ്രസംഗിക്കാനും പറഞ്ഞപ്പോൾ യോന തർശീസിലേക്ക് കപ്പൽ കയറി. ദൈവം എവിടെ പോകാൻ പറഞ്ഞാലും അവിടെ പോകുകയല്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ, മോശയുടെ മേൽ ജ്വലിച്ചതുപോലെ നമ്മുടെ മേലും സംഭവിക്കാനിടയാണ്. മോശ ദൈവത്തോട് പറഞ്ഞത്, ഞാൻ വിക്കനും തടിച്ചനാവുള്ളവനും ആകുന്നു. അതിന് യഹോവ മോശയോട്, മനുഷ്യന് വായ കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയവൻ ആരെന്ന് ഓർമ്മിപ്പിക്കുക. യഹോവയായ ഞാനല്ലയോ? എന്നാൽ എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റേതാണ്. ദൈവത്തിന് ആരെ വേണമെങ്കിലും രൂപപ്പെടുത്തി മാറ്റിയെടുക്കുവാൻ കഴിയും. ദൈവം സൃഷ്ടാവാണ്. ഒരു കഴിവില്ലാത്തവനെയും കഴിവുള്ളവനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കഴിവില്ലാത്ത മോശയെ എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ ദൗത്യമല്ല മോശയെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളെ എല്ലാത്തിനും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ പല കഴിവുകളുള്ള നിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ കൂടെ വലിയ ശക്തനാക്കി മാറ്റുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ ശക്തിയും അത്ഭുത പ്രവൃത്തിയും നിന്നെയും എന്നെയും കാണിക്കാനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൂടി പണിതെടുത്ത് വേറെ നല്ലൊരു പാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുന്നു. അതേ നമ്മൾ അറിയുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം പിന്നെയും മോശയോട് പറയുന്നു, പുറപ്പാട് 3:14, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. നമ്മളൊരു ഏതാണ്ട് 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടതും ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് BC 1450 ആണ് മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിലൂടെ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ദേശത്തിന് സമീപമുള്ള മരുഭൂമിയിലെത്തിയത്. ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ കുറവ് കാരണം അവർക്ക് അവിടെ 40 വർഷത്തോളം അലയേണ്ടി വന്നെങ്കിലും അവർ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു. മോശയെ ദൈവം നിയോഗിക്കുമ്പോൾ അവരുടെ കഷ്ടതയും നിലവിളിയുമാണ് അവരുടെ വിടുതലിൻ്റെ കാരണമായി ദൈവം പരാമർശിക്കുന്നത്. തൻ്റെ മക്കളുടെ എളിയ അപേക്ഷ കേട്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ ദയയും കരുണയും അതിൽ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് 3:78 അത് കാണാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമാണ്. ഫറവോനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആദ്യജാതനായ ഇസ്രായേലിനെ എന്നെ സേവിക്കേണ്ടതിനെ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറയുവാനാണ് മോശയോട് ദൈവം കൽപ്പിക്കുന്നത്. പുറപ്പാട് 4:23. അപ്പോൾ അവർ ദൈവത്തെ സേവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങളോട് പറയേണ്ടത് എന്താണെന്ന് മോശയോട് ദൈവം അറിയിച്ചിരുന്നത്, എൻ്റെ ജനമായ നിങ്ങളെ വിട്ടയക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ജനമെന്നും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്നും അവർ അറിയും. പുറപ്പാട് 6:6-7 വരെ ആണത്. തങ്ങളുടെ ദൈവം ആരാണെന്ന് യഥാർത്ഥമായി അവർ മനസ്സിലാക്കണം. അവർക്ക് അടിമത്തവും കഷ്ടതയും ഒക്കെ ഉണ്ടായത് അവർ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ ശ്രമിച്ചില്ല. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാതെ അവർ ജീവിച്ചു. അന്നവർ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനും യാഗങ്ങൾ നടത്തുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് മോശയെ ദൈവം അവരെ മോചിപ്പിക്കാനായി ഉപയോഗിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നു. കഷ്ടതയിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും മറ്റും പ്രയാസങ്ങളിലും നമ്മുടെ ദൈവം ആരെന്നറിയാനുള്ള അവസരം നമുക്ക് നൽകുകയാണ്. നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ കേട്ട് തൻ്റെ മക്കൾക്ക് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ ദയയും കരുണയും കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ദൈവം ആരെന്നും ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നും നമ്മളെ ദൈവം മനസ്സിലാക്കി തരുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം ആരെ എവിടെ അയക്കണമെന്ന് വിചാരിക്കുന്നു അവർ തന്നെ അവിടെ പോയെങ്കിലേ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുകയുള്ളൂ. വിക്കനായ മോശയെ ദൈവം വലിയ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ മോശയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് മോശയെ മറുതലിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ ജ്വലിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവം ആരാകുന്നു എന്നാണ്
എന്നുള്ള യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത പടയാളിയായി ലോകത്തിൽ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. നമ്മുടെ അനുഭവത്തിലൂടെ ദൈവത്തെ രുചിച്ച് അങ്ങനെ ദൈവത്തെ സേവിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ.